നമുക്ക് ഫില്ലിങ്സിൽ കുറച്ചും കൂടി മോഡൽസ് നോക്കാം. ഫസ്റ്റ് ഞാൻ ചെയ്യുന്നത് നമ്മൾ സ്വേൾ വരച്ചിട്ട് ഹംസ് വരച്ചിട്ട് പിന്നെ അതിൻ്റെ മേലെ നമ്മൾ കുറച്ചും കൂടി വലിയൊരു ഹംസ് വരയ്ക്കുന്ന പൂവുണ്ടല്ലോ, നോർമലി എല്ലായിടത്തും വരക്കുന്ന ഒരു പൂവ്, ആ പൂവ് വെച്ചിട്ടുള്ള ഫില്ലിംഗ് ആണ്. അത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഗ്യാപ്പൊന്നും വരാതെ വരച്ചു കൊടുത്താൽ തന്നെ നല്ലൊരു ഫില്ലിംഗ് ആണ്. ഇത് നമുക്ക് ബ്രൈഡൽ ഡിസൈൻസിനൊക്കെ യൂസ് ചെയ്യുമ്പോൾ നല്ല രസമായിരിക്കും കേട്ടോ. കൈയിൻ്റെ ഉള്ളിലൊക്കെ ഫില്ലിംഗ് ഒക്കെ കൊടുക്കാൻ ഇത് യൂസ് ചെയ്താൽ നല്ലതായിരിക്കും. ഇനി എല്ലാവരും ഉപയോഗിക്കുന്നൊരു ഫില്ലിംഗ്, അത് നമ്മൾ സ്പൈറൽ വരച്ചു, പിന്നെ ഒരു ലെയർ ഓഫ് ഹംസ് വരച്ചു, പിന്നെ ഒരു ലെയർ ഓഫ് ഹംസും കൂടി വരച്ചിട്ടാണ് ഞാനിവിടെ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ സ്പൈറൽ ഒരു ലെയർ ഓഫ് ഹമ്പ് ഇങ്ങനെ മാത്രം വെച്ചിട്ടും ചെയ്യാം. പിന്നെ 2 ലെയറാക്കാം, 3 ലെയറാക്കാം. ഹംസിൻ്റെ ലെയറൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ആദ്യം ഒരു ലെയർ ഹംസ് വരച്ചിട്ട് ചെയ്യണം, പിന്നെ 2 ലെയർ ഹംസ് വെച്ചിട്ട്, പിന്നെ 3 ലെയർ ഹംസ് വെച്ചിട്ട്, അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാകും. സ്പൈറലും ഹംസൊക്കെ വരക്കാൻ ബുദ്ധിമുട്ടാണ്, എന്നാൽ നീറ്റായിട്ടുള്ളൊരു ഫില്ലിംഗ് വേണം എന്നുള്ളവർക്കുള്ളതാണ് നെക്സ്റ്റ്. നമ്മളൊരു റൗണ്ട് വരക്കും, എന്നിട്ട് പിന്നെ അതിൻ്റെ മേലെ നമ്മൾ ചെറിയ ചെറിയ ഡോട്ട് ഇട്ട് കൊടുക്കും. ആ ഡോട്ടിൻ്റെ മേലെ പിന്നെ അതൊന്നും കൂടി ഒരു ലൈൻ ഇട്ട് ലെയർ കൊടുക്കും. ഇതിലാകെ ഒരു കാര്യം നോക്കിയാൽ മതി, നമ്മൾ വരയ്ക്കുന്ന റൗണ്ടും ഡോട്ടും സെയിം സൈസ് ആയിരിക്കണം എന്നുള്ളത്. സൈസ് വ്യത്യാസം വരുമ്പോൾ നമ്മുടെ ഫില്ലിങ്സിൻ്റെ ഭംഗി മൊത്തത്തിൽ അങ്ങ് പോകുക. അപ്പോൾ ഒരേ സൈസിൽ ഗ്യാപ്പില്ലാതെ വരക്കാൻ പഠിച്ചാൽ ഫില്ലിങ്സിൽ നിങ്ങൾ ഉസ്താദായി. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കല്ലേ. ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ, നമ്മളെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കണേ. നിങ്ങൾക്ക് ഈ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ അല്ലേ, നിങ്ങളത് ചെയ്യുന്നുള്ള ഉറപ്പ് എനിക്കുണ്ടെന്നേ. അപ്പോൾ ഓക്കെ, ബൈ.